കഴിഞ്ഞ ദിവസമുണ്ടായ മഴയിൽ കൃഷിനാശം സംഭവിച്ച കർഷകരെ നജീബ് കാന്തപുരം എം.എൽ.എ. സന്ദർശിച്ചു. പെരിന്തൽമണ്ണ, കുന്നപ്പള്ളി, കളത്തിലക്കര, കൊല്ലക്കോട് ഭാഗത്ത് ഏക്കർ കണക്കിന് നെൽകൃഷിയാണ് നശിച്ചത്. കർഷകർക്ക് അർഹമായ നഷ്ടപരിഹാരം സർക്കാർ ഉറപ്പാക്കണമെന്ന് എം.എൽ.എ. ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ദിവസം അപ്രതീക്ഷിതമായി പെയ്ത മഴയിൽ നെൽകൃഷി നശിച്ച് വൻ നഷ്ടമുണ്ടായ കുന്നപ്പള്ളി, കളത്തിലക്കര, കൊല്ലക്കോട്ട് മുക്കിലെ കർഷകർക്ക് മതിയായ നഷ്ടപരിഹാരം ഉറപ്പാക്കണമെന്ന് നജീബ് കാന്തപുരം എം.എൽ.എ. ആവശ്യപ്പെട്ടു. കൃഷിനാശമുണ്ടായ പ്രദേശം എം.എൽ.എ. സന്ദർശിച്ചു. കർഷകരെ എം.എൽ.എ. നേരിൽ കണ്ടു. ബാങ്കിൽ സ്വർണം പണയപ്പെടുത്തിയും വായ്പയെടുത്തും മറ്റും കൃഷി ചെയ്ത കർഷകർക്കാണ് വൻ നാശനഷ്ടങ്ങളുണ്ടായത്. പാവപ്പെട്ട കർഷകർക്ക് താങ്ങാനാവാത്ത സാഹചര്യമാണ് ഉണ്ടായത്. ഇവരുടെ നഷ്ടം കണക്കാക്കി മതിയായ നഷ്ടപരിഹാരം നൽകണമെന്ന് എം.എൽ.എ. പറഞ്ഞു. പൊതുവെ നെൽകൃഷിയിലേക്ക് ആളുകൾ വരാത്തൊരു കാലത്തും നെൽകൃഷി സംരക്ഷിക്കുന്നതിന് വേണ്ടി, നമ്മുടെ പാടങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി വലിയ തോതിൽ പ്രവർത്തിക്കുന്ന കർഷകരാണ് എൻ്റെ ചുറ്റുമുള്ളത്. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്കൊരു കൃഷിയോടുള്ള വലിയ അടങ്ങാത്തൊരു താല്പര്യവും ആത്മാർത്ഥതയും കൊണ്ടാണ് ഇവരൊക്കെ ജോലി ചെയ്യുന്നത്. അപ്പോൾ ഏതാണ്ട് എല്ലാവരും പാട്ടത്തിനെടുത്ത് ഇത്തവണ നെൽകൃഷി ഇറക്കി. പക്ഷേ വളരെ അവിചാരിതമായി നെല്ല് കൊയ്ത സമയത്താണ് ഒരു കനത്ത മഴ വന്നു. പൂർണ്ണമായിട്ടും ഇപ്പോൾ നെല്ല് മുളച്ചു പോയ സ്ഥിതിയിലാണ്. ശരിക്കും പറഞ്ഞാൽ ഇവർ മുടക്കിയ ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് ഇതുവഴി ഉണ്ടായിട്ടുള്ളത്. ഏതാണ്ട് 12 ഏക്കറോളം പൂർണ്ണമായിട്ടും നമുക്ക് കൃഷി നശിച്ച ഒരു അവസ്ഥയിലാണ്. ഇതൊരു വലിയ ദുരന്തമാണ്. കർഷകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരിക്കലും നേരിട്ട് താങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ്. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കൃഷിക്കാരുടെ ഈ ബുദ്ധിമുട്ട്, വിഷമം നമ്മൾ പൊതുവായിട്ട് തന്നെ സർക്കാരിൻ്റെ ശ്രദ്ധയിൽ എത്രയും വേഗം കൊണ്ടുവരണം. ബഹുമാന്യനായ കൃഷി മന്ത്രിയുമായിട്ട് ഇക്കാര്യം ഞാൻ ഇന്ന് തന്നെ സംസാരിക്കും. അവർക്ക് വേണ്ടിയുള്ള റെപ്രസെൻറ്റേഷൻ നമുക്ക് നടത്താൻ സാധിക്കും. അതുപോലെ തന്നെ ഇവിടുത്തെ കൃഷി ഓഫീസർമാരോട് അടിയന്തരമായി സന്ദർശിക്കാനും അവർക്ക് വേണ്ട ആനുകൂല്യങ്ങളും സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാനും വേണ്ടി അഭ്യർത്ഥിക്കാം. അതോടൊപ്പം നമുക്ക് കൂട്ടായി തന്നെ ഇപ്പോൾ പൊതുവായിട്ട് ഇപ്പോൾ ഉള്ളൊരു വലിയ പ്രശ്നം നെല്ലിൻ്റെ താങ്ങുവില വിഷയമാണ്. കർഷകർക്ക് കിട്ടുന്ന വളരെ പരിമിതമായിട്ടുള്ള ഒരു പണം മാത്രമാണ് കിട്ടുന്നത്. ഇപ്പോൾ ഇവരൊക്കെ തന്നെ സ്വന്തമായിട്ട് സ്ഥല ഉടമകൾ പോലും അല്ല. അപ്പോൾ അവർ പാട്ടത്തിനെടുക്കുമ്പോൾ അതിൻ്റെ പാട്ടം കൊടുക്കുന്നുണ്ട്. അവരെ കർഷകരുടെ അധ്വാനമുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിലുള്ള ഒരു ബുദ്ധിമുട്ടാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇത് സർക്കാർ ഈ കാര്യത്തിൽ പൂർണ്ണമായിട്ടും ഈ കർഷകരുടെ ദുരിതം പരിഹരിക്കാൻ ആവശ്യമായ നഷ്ടപരിഹാരം അവർക്ക് വാങ്ങിക്കൊടുക്കാൻ വേണ്ടി തീർച്ചയായിട്ടും ഞാൻ ശ്രമിക്കും. ഗവൺമെൻറ് ഇക്കാര്യത്തിൽ അനുകൂല നിലപാടുണ്ടാകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ഇക്കാര്യത്തിൽ കാലതാമസം ഉണ്ടാവാതിരിക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകണമെന്നും വിഷയം കൃഷിമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും എം.എൽ.എ. പറഞ്ഞു. കൃഷിവകുപ്പ് ജില്ലാതല ഉദ്യോഗസ്ഥരെ ഫോണിൽ വിളിച്ച കർഷകർക്ക് നഷ്ടപരിഹാരം വേഗത്തിലാക്കുന്നതിന് എം.എൽ.എ. നിർദ്ദേശം നൽകി. കൊല്ലക്കോട്ട് മുക്കിലെ പുതുക്കുടി ഷമീർ ബാബു, അമ്പലപ്പറമ്പിൽ ചാത്തൻ, മംഗലത്ത് മുഹമ്മദ് അലി, തട്ടാരക്കാട്ടിൽ അബ്ബാസ്, അന്യേതിൽ ഹംസ, കക്കാട്ടിൽ ബുഷറ എന്നിവരുടെ നെൽകൃഷിയാണ് നശിച്ചത്. പാട്ടത്തിനടുത്ത് കൃഷിയിറക്കിയവരാണ് ഇവരെല്ലാം. വായ്പയെടുത്താണ് എല്ലാവരും കൃഷിയിറക്കിയത്. കൊയ്തിട്ടതും മെതിച്ചതുമായ വിളയെല്ലാം മഴയിൽ നശിച്ചു. 12 ഏക്കറോളം വരുന്ന പാടത്തെ നെൽകൃഷിയാണ് നശിച്ചത്. എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.